നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട, വൃശ്ചികക്കൂറുകാരായ ഈ നക്ഷത്രക്കാരുടെ 2024 മെയ് മാസം 15-ാം തീയതി മുതൽ ജൂൺ 14 വരെയുള്ള ഇടവമാസ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ നക്ഷത്രക്കാർക്ക് സർവേശ്വരകാരകനായ വ്യാഴൻ്റെ അനുഗ്രഹം പൂർണ്ണമായി ഉണ്ടായിരിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ ഈ നക്ഷത്രക്കാർക്ക് ചാരവശാൽ കണ്ടകശനി കാലഘട്ടം കൂടിയാണ്. വ്യാഴൻ്റെ അനുകൂലസ്ഥിതി വന്നതുകൊണ്ട് രോഗദുരിതാവസ്ഥകൾക്ക് ശമനമുണ്ടാകുകയും രാഷ്ട്രീയക്കാർക്ക് പുതിയ പദവികൾ ലഭിക്കുകയും തൊഴിലിൽ അംഗീകാരവും സ്ഥാനക്കയറ്റവും തൊഴിൽ മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർക്ക് കാലം അനുകൂലവുമാകുന്നു. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്രകൾ പോകുവാനും ഉത്തമം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയവും പുതിയ വിദ്യ പഠിക്കുവാനും അനുകൂല സമയമാണ്. വീടുപണികൾ തുടങ്ങുന്നവർക്കും പഴയ വീട് പുതുക്കിപ്പണിയുന്നവർക്കും കാലം അനുകൂലമാണെങ്കിലും ചാരവശാൽ കണ്ടകശനിയുടെ കാലഘട്ടം കൂടിയായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാം. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഓടിക്കുക. പഴയ വാഹനങ്ങൾ കഴിയും വിധം വാങ്ങാതിരിക്കുക. പലവിധേനയുള്ള യാത്രകൾ വഴി പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും യാത്രയിൽ കണ്ടുമുട്ടുന്ന പല വ്യക്തികളുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുകയും അത് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യും. സ്പോർട്സ്, കലാരംഗം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് മനസ്സിന് അസ്വസ്ഥതയുണ്ടാകും. എന്നാലും വ്യാഴഭഗവാന്റെ അനുഗ്രഹമുള്ളതിനാൽ നല്ല ചിന്തയും ഈശ്വരഭക്തിയും ഈ മാസം ഇവർ കൈവരിക്കും. പച്ചക്കറിക്കാർക്കും പെയിന്റ് കടക്കാർക്കും കാലം അനുകൂലമാകുന്നു. ഇടയ്ക്കിടയ്ക്ക് വയറിന് അസ്വസ്ഥതകൾ അനുഭവപ്പെടും. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്വദേശം വിട്ട് മറ്റ് സ്ഥലങ്ങളിൽ ബിസിനസ് തുടങ്ങുകയും അത് വിജയിപ്പിക്കുവാൻ കഴിയുകയും ചെയ്യും. പരിഹാരമായി ശാസ്താക്ഷേത്ര ദർശനവും ശാസ്താവിന് നീരാഞ്ജനവും നടത്തുക. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന നടത്തുന്നതും പുണ്യനാഗക്ഷേത്ര ദർശനവും വിഷ്ണുവിന് പാൽപ്പായസം നടത്തുന്നതും ഉത്തമമാകുന്നു.